നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്വർണ്ണവില 75,000-ൽ താഴെ. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. 75,000-ൽ താഴെ എത്തി. ഇന്ന് പവന് 640 രൂപയാണ് കുറഞ്ഞത്. 74,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 80 രൂപയാണ് കുറഞ്ഞത്. 9,295 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. പൊട്ടിത്തെറിച്ചത് പവർ ബാങ്ക് അല്ല. തിരൂരിൽ വീട് കത്തിനശിച്ചതിൽ വൻ ട്വിസ്റ്റ്. വീട്ടുടമ അറസ്റ്റിൽ. മലപ്പുറം തിരൂരിൽ പവർ ബാങ്ക് പൊട്ടിത്തെറിച്ച വീട് പൂർണ്ണമായും കത്തിയ സംഭവത്തിൽ വൻ ട്വിസ്റ്റ്. അനധികൃത പടക്കശേഖരമാണ് പൊട്ടിത്തെറിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെ വീട്ടുടമ തിരൂർ മുക്കിലപീടിക സ്വദേശി അബൂബക്കർ സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വീട് പൂർണ്ണമായും കത്തിനശിച്ചത്. രാത്രി 10:30ഓടെയാണ് അപകടം നടന്നത്. തീ പടരുന്നത് കണ്ട പരിസരവാസികളും നാട്ടുകാരും തീ അണയ്ക്കുകയായിരുന്നു. തുടർന്ന് തിരൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. പവർ ബാങ്ക് ചാർജ് ചെയ്യാനായി വെച്ച് വീട്ടുകാർ പുറത്തുപോയതിനു പിന്നാലെയാണ് അപകടമുണ്ടായതെന്നാണ് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത്. വീട്ടുപകരണങ്ങൾ, അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തീപിടുത്തത്തിൽ കത്തിനശിച്ചിരുന്നു. വാൽപ്പാറയിൽ 8 വയസ്സുകാരനെ ആക്രമിച്ചത് പുലിയല്ലെന്ന് സ്ഥിരീകരണം. ആക്രമിച്ചത് പുലിയല്ല, കരടിയെന്നും വനംവകുപ്പ്. വനംവകുപ്പും ഡോക്ടേഴ്സ് നടത്തിയ പരിശോധനയിലാണ് സ്ഥിരീകരണം. പുലിയുടെ ആക്രമണത്തിലാണ് കുട്ടി കൊല്ലപ്പെട്ടതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന വാർത്ത. ഇന്നലെ വൈകുന്നേരമാണ് അസം സ്വദേശി നൂറിൻ ഇസ്ലാമിനെ കരടി കടിച്ചത്. വേവർലി എസ്റ്റേറ്റിലെ പാടിയുടെ മുറ്റത്തിരുന്ന് കളിക്കുകയായിരുന്നു കുട്ടി. കുട്ടിയെ കാണാത്തതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സഹോദരിമാരുടെ കൊലപാതകം. സഹോദരന്റെ മൃതദേഹം പുഴയിൽ. പുല്ലായിപ്പുഴയിൽ നിന്നും 60 വയസ്സ് പ്രായം തോന്നിക്കുന്ന മൃതദേഹം കണ്ടെത്തിയതായി പോലീസ്. ഇത് തമ്പാട്ട് താഴത്തെ സഹോദരിമാരെ കൊലപ്പെടുത്തിയ പ്രമോദിന്റേതെന്നാണ് സംശയം. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം തലശ്ശേരിയിലേക്ക് തിരിച്ചു. മൃതദേഹത്തിന്റെ ഫോട്ടോ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞുവെന്നും ഇനി മൃതദേഹം നേരിൽ കണ്ട് തിരിച്ചറിയണമെന്നും പോലീസ് അറിയിച്ചു. കൊലപാതകവുമായി ബന്ധപ്പെട്ട സഹോദരൻ പ്രമോദിനെ പോലീസ് തിരയുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയെന്ന വിവരം പുറത്തുവരുന്നത്. ഇ.പി. ജയരാജനെതിരെ പി. ജയരാജൻ നടപടി വേണമെന്ന ആവശ്യം. ഒരിടവേളയ്ക്ക് ശേഷം CPM-ൽ വീണ്ടും റിസോർട്ട് വിവാദം തലപൊക്കുന്നു. റിസോർട്ട് വിവാദത്തിലും അനധികൃത സ്വത്ത് സമ്പാദനത്തിലും ഇ.പി. ജയരാജനെതിരായ ആരോപണം വിടാതെ പിന്തുടരുകയാണ് പി. ജയരാജൻ. സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ച പരാതിയിൽ എന്ത് നടപടിയെടുത്തെന്ന് പി. ജയരാജൻ ചോദിച്ചു. കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും പി. ജയരാജൻ പ്രശ്നം പറഞ്ഞെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. നേരത്തെ റിസോർട്ട് വിവാദം CPM-ൽ ഉന്നയിച്ചതും പി. ജയരാജനായിരുന്നു.